എന്റെ മമ്മിയെ ചതിച്ചവളാ നിങ്ങള്. ഇപ്പോഴും മമ്മിയുടെ പുറകെ നടക്കുന്നതേ എന്റെ മമ്മിയെ ചതിക്കാൻ വേണ്ടി തന്നെയാ. പക്ഷെ സിത്താര ശ്രീനിവാസ് ക്ഷമിച്ച അത്രയും ഗാഥ ശ്രീനിവാസ് ക്ഷമിക്കില്ല. മനസ്സിലായോ? മാഡം അകത്തേക്ക് പോവാം, വാ. അവൾ ആരാണ് അവളുടെ വിചാരം? മമ്മി, എന്താ മമ്മിക്ക് പറ്റിയത്? ഇവരെങ്ങനെയാ മമ്മി നമ്മുടെ വീട്ടിൽ കയറിയത്? അത് സത്യം പറയടി, എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്റെ മമ്മിയെ അപകടപ്പെടുത്തിയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാ ഞാൻ ചോദിച്ചേ. മോളെ, എന്നെ ആരും അപകടപ്പെടുത്തിയതല്ല. ഞാൻ സ്റ്റെപ്പിൽ നിന്ന് തനിയെ വീണതാ. ഇവരവിടെ ഉണ്ടായിരുന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. അതിനവരെ വഴക്ക് പറയില്ലേ? ഞാനിത് വിശ്വസിക്കില്ല മമ്മി. മമ്മി സ്ഥിരം ഇവളെ ന്യായീകരിക്കുന്നതാണല്ലോ. എന്റെ മമ്മിയെ പരിചരിക്കാനേ എനിക്കറിയാം. നീ പുറത്തിറങ്ങ. പുറത്തിറങ്ങാൻ പറഞ്ഞില്ലേടി? ഇറങ്ങടി, ഇറങ്ങടി പുറത്ത്. വാടി ഇവിടെ. അയ്യോ വിട് ഗാഥ. ഗാഥ, പുറത്തിറങ്ങാൻ. അവളുടെ ഒരു പരിചരണം. മോളെ വിട്. ഇങ്ങോട്ട് പറയുന്നൊന്ന് കേക്ക്. ഇറങ്ങാനല്ലേ നിന്നോട് പറഞ്ഞേ? ഇറങ്ങ് ഗാഥ, ഇറങ്ങ്. നിന്റെ അടുത്തല്ലേ ഇറങ്ങാൻ പറഞ്ഞേ? ഇറങ്ങടി. എന്താ ഇത്? എന്താ ഇവിടെ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ഒരു പേഷ്യന്റ് കിടക്കുന്നിടത്ത് വന്ന് ഇങ്ങനെ ബഹളം വെക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇവളോട് പുറത്തേക്ക് പോവാൻ പറ സിസ്റ്ററെ. എന്തു പറ്റി? ഈ കുട്ടിയായിരുന്നല്ലോ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നത്. ബ്ലഡ് വേണമെന്ന് പറഞ്ഞതും ഈ കുട്ടിയായിരുന്നല്ലോ. ഇവർക്ക് ബ്ലഡ് കൊടുത്തതും ഈ കുട്ടിയാ. പിന്നെ എന്തിനാ ആ കുട്ടിയോട് പുറത്തു പോവാൻ പറയുന്നേ? എന്നിട്ട് നീ എന്നടുത്ത് പറഞ്ഞില്ലല്ലോ. അസുഖം വന്നൊരാൾ കിടക്കുമ്പോ അത് എല്ലാരും ചെയ്യുന്നൊരു കാര്യമല്ലേ? ഞങ്ങൾ ഇറങ്ങാം മാഡം, ഞങ്ങൾ പോവാ. ഞങ്ങളിവിടെ നിന്നിട്ട് ഗാഥയ്ക്ക് ബുദ്ധിമുട്ടാവണ്ട. ഹോ, അല്ലെങ്കിൽ നിന്റെ സർവീസേ ഇവിടെ നിന്ന് ആർക്കും ആവശ്യമില്ല. ഗാഥ, മമ്മിക്ക് ഇതൊക്കെ വിഷമം ഉണ്ടാവും, പക്ഷെ എനിക്ക് യാതൊരു വിഷമവുമില്ല. ഗാഥ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞില്ലേ. പോട്ടെ മാഡം. ഡോക്ടർ പറഞ്ഞ പോലെ നന്നായി റെസ്റ്റ് എടുത്തോളൂ, ടെൻഷനൊന്നും അടിക്കണ്ട. ഓ, അതൊക്കെ ഞങ്ങൾ സൗകര്യം പോലെ നോക്കിക്കോളാം. നിന്റെ ഉപദേശം ഇക്കാര്യത്തിൽ ആവശ്യമില്ല. ഇറങ്ങ്, ഇറങ്ങടി ഇങ്ങോട്ട്. ഞാൻ പോവാം മാഡം. ബോധമില്ലാതെ കിടന്നിരുന്നെന്നാ ഡോക്ടർ പറഞ്ഞത്. പെട്ടെന്ന് എത്തിച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നും പറഞ്ഞു. എല്ലാം അവള് കാരണ.